മുളപ്പിച്ച പയർ കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കിയാലോ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ പയറുവർഗ്ഗങ്ങളിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് ഇത് ഡെയിലി കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യം എടുക്കുന്നത് വെള്ളക്കടലയാണ്. അപ്പോൾ 1/4 കപ്പ് വീതം ഇതെല്ലാം എടുക്കുന്നത്. പിന്നെ കറുത്ത കടലയും അതുപോലെ തന്നെ ചെറുപയറും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഓവർനൈറ്റ് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം, അല്ലെങ്കിൽ രാവിലെ കുതിർത്തിട്ട് വൈകുന്നേരം നമുക്ക് അരിപ്പയിലേക്ക് മാറ്റി വെച്ചാലും മതിയാകും. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 8 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അതിന് മുന്നേ ഇതിലേക്ക് ഒരു കോട്ടൺ ടവൽ വെച്ച് കൊടുക്കണം. അതൊന്ന് നനച്ച ശേഷം വേണം വെച്ച് കൊടുക്കാൻ. നമ്മളിത് മുളപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുപാടങ്ങ് വെള്ളമായി പോകരുത്, അതിന് വല്ലാത്തൊരു സ്മെല്ലുണ്ടാകും. അപ്പോൾ ഏകദേശം ഒരു 24 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ല മുള വന്ന് കിട്ടും. ചെറുപയറിലായിരിക്കും ഒരുപാട് മുളയുണ്ടാകുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഇത് കുറച്ച് അധികം ആയതുകൊണ്ട് 2 റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മതിയാകും, ഒരുപാട് മഞ്ഞൾപ്പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഇത് വേവിക്കാം. അത് വേവുന്ന സമയം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുഞ്ഞുള്ളിയും പച്ചമുളകും അതുപോലെ ഒരു 3-4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ചതക്കിയിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകും ചില്ലി ഫ്ലേക്സാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 കഷ്ണം സവാളയും ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ അത്രത്തോളം അതെടുക്കുന്നു അത്രയും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് കൊണ്ടുവന്ന നമ്മളെ ചെറുപയറും കടലയൊക്കെ ഇല്ലേ, നമ്മളെ പൾസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുളപ്പിച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം ഹെൽത്തിന് ബെനിഫിറ്റ്സ് നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നമുക്കിനി മൂടി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരുപാട് വെന്തടിഞ്ഞു പോകേണ്ട, ഇതുപോലെ ആയിരിക്കണം നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ചില്ലി ഫ്ലേക്സും ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഏത് നേരം കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.